നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രി കേരളത്തിൽ വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ സ്വീകരിച്ച മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടുമുമ്പ് വെള്ളയമ്പലം ജംഗ്ഷനിൽ വെളിച്ചക്കുറവ്, സുരക്ഷാ വീഴ്ചയെന്ന ആരോപണം ബിജെപി പ്രവർത്തകർ. ഉദ്ഘാടന തലേന്നും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം. ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ്. തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണെന്ന് CPM. തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് ആവർത്തിച്ച് US. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുമെന്ന് US. രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിലെ ചൈനീസ് നിലപാടിൽ നന്ദി അറിയിച്ച പാക് പ്രധാനമന്ത്രി. പഹൽഗാമിന് പുറമെ 3 ഇടങ്ങൾ കൂടി ഭീകരർ ലക്ഷ്യമിട്ടെന്ന് NIA. അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും. ISI മേധാവിയെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ച് പാകിസ്ഥാൻ. ലഷ്കർ തലവൻ ഹാഫിസ് സയീദിന്റെ സുരക്ഷ കൂട്ടി പാകിസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ. വാഗ അതിർത്തി അടച്ചു. പ്രതിസന്ധിയിലായി 100 കണക്കിന് ആളുകൾ. ഇന്ത്യ വിടാൻ നോട്ടീസ് കിട്ടിയ CRPF ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ആശ്വാസം. മിനാൽ ഖാന ഇന്ത്യയിൽ തുടരാമെന്ന് ജമ്മു കശ്മീർ ഹൈക്കോടതി. വേടനെതിരായ പുലിപ്പല്ലി കേസിൽ വനം വകുപ്പിന് തിരിച്ചടി. ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് ഒരു തെളിവുമില്ലാതെയെന്ന് പെരുമ്പാവൂർ കോടതി. കേസെടുക്കാനുള്ള അനാവശ്യ തിടുക്കം പരിശോധിക്കണമെന്ന് MV ഗോവിന്ദൻ. ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ. സമൂഹത്തിൽ ഇരട്ട നീതി ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് വേടൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച ആശാവർക്കർമാർ. രാപ്പകൽ സമരം തുടരും. മെയ് 5-ന് കാസർഗോഡ് നിന്ന് സമരയാത്ര. ആശമാരെ പിന്തുണയ്ക്കുന്നത് ചിലർ വിലക്കിയെന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. കുവൈറ്റിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റു മരിച്ച നിലയിൽ. മരിച്ചത് കണ്ണൂർ സ്വദേശി സൂരജും എറണാകുളം സ്വദേശി ബിൻസിയും. കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊന്നു. അമ്മ ചക്ക മുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് കാസർഗോഡ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. വിശദമായി നോക്കാം. വികസനം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി കേരളത്തിലെത്തി. 7:45 തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത പ്രധാനമന്ത്രി ഇന്ന് രാജ്ഭവനിലാണ് തങ്ങുക.
അത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം, ഈ നഗരത്തിലെ ഏറ്റവും നഗരഹൃദയം എന്ന് പറയാവുന്ന ഒരു പ്രദേശത്ത് ഒരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റും വർക്കില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇത് ബോധപൂർവമായിട്ട് ഓഫാക്കിയിട്ടതാണ്. പ്രധാനമന്ത്രിയുടെ വരവിനെ നിറം കെടുത്താൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഈ കഴിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ആരാണ് നിൽക്കുന്നതെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതൊരു വളരെ ഗുരുതരമായ വീഴ്ചയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സബ് കളക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് 1 മണിക്കൂറിനകത്ത് റോഡ് ഫണ്ട് ബോർഡിന്റെ ആൾക്കാർ എത്താമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ പ്രതിഷേധം ഈ സമയത്ത് രേഖപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബോധപൂർവം ഇതിനെല്ലാം മോശമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇപ്പൊ നടക്കുന്നതും മുഴുവൻ അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് ഇത്. ടെമ്പററി ഇവിടെ വൈദ്യുതി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഒരുപക്ഷെ അവർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ജനറേറ്റർ വെച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരെ പ്രൈം മിനിസ്റ്റർ കാണാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുമായിരുന്നല്ലോ. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പോയ വെള്ളയമ്പലം ജംഗ്ഷനിൽ വെളിച്ചക്കുറവുണ്ടായത് ബഹളത്തിന് ഇടയാക്കുന്ന സാഹചര്യമാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്ന് ആരോപിച്ചാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തത് ബോധപൂർവമാണെന്നാണ് BJP പ്രവർത്തകരുടെ ആക്ഷേപം. മൊബൈൽ ടോർച്ച് തെളിച്ചായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു. അതീവ സുരക്ഷയിലാണ് തലസ്ഥാനമുള്ളത്. പക്ഷെ അതിനിടയിലാണ് സുരക്ഷാ വീഴ്ച എന്ന വലിയ ആരോപണവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? വിശദാംശങ്ങൾ. 7:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത്. നമുക്കറിയാം, രാജ്യം അതിസങ്കീർണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന് തിരിച്ചു നൽകാൻ, പഹൽഗാം ആക്രമണം തിരിച്ചു നൽകാൻ രാജ്യം തയ്യാറെടുക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം എന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയത്. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങ്. ഇതിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നഗരത്തിലുടനീളം ഏതാണ്ട് 3-4 ദിവസം മുതൽ തന്നെ ഉണ്ട്. പക്ഷേ അതിനിടയിലാണ് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ, അതും രാജ്ഭവന് മീറ്ററുകൾക്ക് മാത്രം അകലെ വെള്ളയമ്പലം ജംഗ്ഷനിൽ കൂരിട്ട് തന്നെ പറയേണ്ട അവസ്ഥയുണ്ട്. ഏതാനും മീറ്ററുകൾ ഇരുട്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിച്ചെങ്കിലും ഈ ഒരു പ്രധാന പോയിന്റിൽ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഇരുട്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് ഇവിടെ ഈ രാജ്ഭവന് ഉള്ളിലാണ്. ആ ഭാഗത്ത്, വെള്ളയമ്പലം ഭാഗത്ത് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ രാജ്ഭവന് സമീപം വെളിച്ചമില്ലാത്തതാണ് BJP പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. അതൊരു പ്രകോപനത്തിന് അപ്പുറത്തേക്ക് സുരക്ഷാ വീഴ്ചയായി തന്നെ നമുക്ക് കാണേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ വലിയ ഗൗരവത്തോടു കൂടി സുരക്ഷാ ഏജൻസികളും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ അത് എടുത്തേക്കും. ആ രീതിയിൽ റിപ്പോർട്ടുകൾ ഇതിനകം അയച്ചിട്ടുമുണ്ട്. നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും പ്രധാനമന്ത്രി കടന്നുപോയി. അദ്ദേഹം ഇവിടെ ഇപ്പോൾ രാജ്ഭവനിലാണുള്ളത്. നാളെ അദ്ദേഹം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ നാളത്തെ പരിപാടി വിശദാംശങ്ങൾ ഡാൻ കുര്യൻ പങ്കുവയ്ക്കും. ഡാൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. എന്താണ് നാളെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പരിപാടികൾ? ഷെഡ്യൂൾ പ്രകാരമാണ്. നാളെ 9:30 ശേഷം ഏതാണ്ട് 9:50 നിലവിലെ വിവരം അനുസരിച്ച് ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോവുക. അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിലായിരിക്കും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ എത്തുക. അവിടെ നിന്ന് ഈ മിലിറ്ററി ഏരിയ പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരാനുണ്ട്. അവിടെ നിന്നായിരിക്കും ഈ ഹെലികോപ്റ്റർ പുറപ്പെടുക. എന്തായാലും 2 സ്ഥലങ്ങളാണ് SPG ഈ ഹെലികോപ്റ്റർ കടന്നു പോകുന്നതിന് വേണ്ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നായിരിക്കും അത് പുറപ്പെടുക. 2 സ്ഥലങ്ങളിലും പരിശോധന ഒരുപോലെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം 1.5 മണിക്കൂർ അവിടെ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് തിരികെ ഇതേ ഹെലിപ്പാഡിലെത്തിയായിരിക്കും ബർത്തിലൊക്കെ സന്ദർശനം നടത്തുമെന്ന് തോന്നുന്നു. അങ്ങനെ അതായത് നിലവിൽ ഷെഡ്യൂൾ അനുസരിച്ച് ഈ പുലിമുട്ടിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്കൊപ്പം പോയൊരു സ്ഥലമുണ്ട്. അതേ പുലിമുട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേക വാഹനത്തിൽ എത്തി അദ്ദേഹം നേരിട്ട് നോക്കി കാണും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നാളെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ.
ചാർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് 1.5 മണിക്കൂർ സമയമായിരിക്കും. നാളെ 11 മണി മുതൽ 12:30 വരെയുള്ള സമയത്തായിരിക്കും പ്രധാനമന്ത്രി അവിടെ ഔദ്യോഗികമായി ചെലവഴിക്കുക. ഈ സമയക്രമത്തിൽ ഒരു പക്ഷേ മാറ്റം വന്നേക്കാം, പക്ഷേ വൈകാൻ പാടില്ല. 12:30-ക്ക് അപ്പുറത്തേക്ക് ഈ ഒരു പരിപാടികളും ഔദ്യോഗികമായി പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. തീർച്ചയായും 2:40, 2:30 അദ്ദേഹം വിജയവാഡയിൽ എത്തേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശിൽ വളരെ പ്രധാനപ്പെട്ട പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നു. അതുകൊണ്ട് 12:40 അദ്ദേഹം ഇവിടെ തിരിക്കും. ആ രീതിയിലാണ് ഡാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ. ഏറ്റവും പ്രധാനം, രാജ്യം ഇത്ര സങ്കീർണമായ ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തുമോ? നമുക്കറിയാം, വിഴിഞ്ഞം തീരം, കേരള തീരം എന്ന് പറയുന്നത് സൈനികമായി കൂടി വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് പ്രധാനമന്ത്രി രാജ്യം ഇത്തരമൊരു തിരിച്ചടിക്ക്, പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പ്രധാനമന്ത്രി എത്തിച്ചേരുന്ന അവിടെ മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ, വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾക്ക് പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്ന വലിയ ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ രാജ്യസുരക്ഷയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെയുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ വശത്തേക്ക് വന്നാൽ കേരളം ഏറ്റവും താല്പര്യത്തോടു കൂടി, ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത്. കാരണം വിഴിഞ്ഞമെന്ന ഒരു കാലത്ത് എഴുതിത്തള്ളിയ, ഒരിക്കൽ നടക്കാൻ പോകില്ലെന്ന എല്ലാവരും എഴുതിത്തള്ളിയ ഒരു പദ്ധതി കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഏറ്റവും നിർണായകമായ, ഏറ്റവും ശക്തമായ ഇന്ധനമായി മാറാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിനാണ്. ഇതിനകം വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖം നാളെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന് വലിയ നേട്ടമാണ്, അഭിമാനമാണ്, ഉപരി രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ്. കേരളം വിഴിഞ്ഞം തീരം രാജ്യത്തിൻ്റെ തുറമുഖ കവാടമായി മാറുകയാണ്. രാജ്യത്തെ ചരക്കു നീക്കത്തിൻ്റെ സിംഹഭാഗവും ഇനി നടക്കാൻ പോകുന്നത് വിഴിഞ്ഞത്തിലൂടെ ആയിരിക്കും. കപ്പൽച്ചാലുമായി, അന്താരാഷ്ട്ര കപ്പൽച്ചാലുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന 18 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ വിഴിഞ്ഞം തീരം, അതിൻ്റെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രകൃതിദത്ത തുറമുഖം ഇനി ഇന്ത്യയുടെ തുറമുഖ കവാടമായി മാറും. ഇന്ത്യയിലെ ചരക്കു നീക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായത് മാറും. അത് കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കും, രാജ്യത്തിന് അഭിമാനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നാളെ വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. സംസ്ഥാനം മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കും. സംസ്ഥാനം വലിയ ആഘോഷ തിമിർപ്പിലാകും ഈ ഒരു സാഹചര്യത്തെ വരവേൽക്കാൻ പോകുന്നത്. ആര്യ, തീർച്ചയായും വി അരുണും ഡാൻ കുര്യനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു. അതീവ സുരക്ഷയിലാണ് തലസ്ഥാനം നിൽക്കുന്നത്. എന്നാൽ അതേസമയം വെള്ളയമ്പലത്തിലെ വെളിച്ചക്കുറവ്, അത് വലിയ സുരക്ഷാ വീഴ്ച എന്ന തലത്തിൽ തന്നെ BJP ഉയർത്തിക്കാണിക്കുന്നു. ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ, ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ മോദി എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതും രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഉദ്ഘാടന തലേന്നും അതേസമയം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കം തുടരുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന അവകാശവാദവുമായി UDF നേതൃത്വം ഒന്നടങ്കമെത്തി. വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പതിച്ചു. എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണെന്ന് CPM വാദിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേരവകാശം സ്ഥാപിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് ഇടതു വലതു മുന്നണികളും BJPയും. തുറമുഖ കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പോഴും തീരുന്നില്ല രാഷ്ട്രീയ തർക്കങ്ങൾ. തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് ശക്തമാക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകളും വിഴിഞ്ഞത്ത് നിറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റും അവരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാന്നാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ച സമരത്തിന് പിന്നിൽ ആരെന്ന് ജനങ്ങൾക്കറിയാമെന്ന് CPM പറയുന്നു. ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പിണറായി സർക്കാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നാണ് ഇടതു നിലപാട്. കേരളത്തിന് 40 വർഷം വേണം ഇത് ഈ പോർട്ടിൽ നിന്നുള്ള ലാഭം കിട്ടാൻ. ഇങ്ങനൊരു കരാറ് വളരെ വിചിത്രമാണ്. അത് പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് വിഴിഞ്ഞ ആവശ്യമുണ്ട്, ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം അതിന്റെ മാനിഫെസ്റ്റോയിൽ 2016 മാനിഫെസ്റ്റോയിൽ വിഴിഞ്ഞത്തെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം കരാറിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അത് മുന്നോട്ട് കൊണ്ടുപോയി. ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദവും അവസാനിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പച്ച കള്ളം പറയാം. ഒന്ന്, ഇതിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നത് ഒന്നാമത്തെ തെറ്റ്. രണ്ട്, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത മൂന്നാമത്തെ തെറ്റ്.
കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡയസിൽ ഇരുത്തുന്നത് മൂന്നാമത്തെ തെറ്റ്. ക്ഷണിച്ചു കൊണ്ടുപോകാൻ ഇത് കല്യാണമൊന്നുമല്ലല്ലോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരിഹാസം കലർന്ന മറുപടി. ക്ഷണിച്ചല്ലോ, അപ്പോ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിലായില്ല ക്ഷണം എന്ന് ഞാൻ പറയുന്ന ഇത് ആരുടെങ്കിലും വീട്ടിലെ കല്യാണമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ. ആ വീക്ഷണത്തിൽ അതെടുത്ത് സഹകരിച്ചു പോയാണ് വേണ്ടത്. അതിനിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെയും പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തി. ഇന്നലെ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പൂർണ്ണമായും തഴഞ്ഞിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പുലിപ്പല്ല് കേസിൽ വേടൻ ഇന്നലെ ജാമ്യം നൽകിയ പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവിൽ വനം വകുപ്പിന് രൂക്ഷ വിമർശനം. ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് ഒരു തെളിവുമില്ലാതെയാണ്. കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നും കോടതി കുറ്റപ്പെടുത്തുന്നു. അറസ്റ്റിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് രംഗത്തെത്തി. സമൂഹത്തിൽ ഇരട്ട നീതിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്ന് വേടനും പ്രതികരിച്ചു. ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 1000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എന്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾക്ക് കേൾക്കുന്നു. മൃഗവേട്ടയടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ കോടതി ഇത് തള്ളുന്നു. ഇയാൾ സമാനമായ കുറ്റകൃത്യം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ഇത് ഇതുവരെ നടന്നിട്ടില്ലെന്നും കോടതി പറയുന്നു. ഇങ്ങനെ തെളിവൊന്നുമില്ലാതെയാണ് ഗുരുതര വകുപ്പുകൾ വനം വകുപ്പ് ചുമത്തിയിരിക്കുന്നതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം വേടന് ജാമ്യം അനുവദിച്ചത്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ CPM തന്നെ വനം വകുപ്പിനെ തള്ളി പറഞ്ഞു. അനാവശ്യ തിടുക്കമാണ് വനം വകുപ്പ് കാണിച്ചതെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. എന്തിനാണ് എടുത്തതെന്നുള്ളത് പരിശോധിക്കപ്പെടണം. അത് ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കമില്ല. ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരു അളവിൽ മാത്രമാണ് 8-9 ആളുണ്ടായിരുന്നു. എങ്കിൽ പോലും അത് തെറ്റായിരുന്നു. ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി. അതിന്റെ അപ്പുറം കടന്നു വന്ന നിലപാടുകളെ ഗൌരവപൂർവ്വം പരിശോധിക്കണം. ആ ചെറുപ്പക്കാരനെ തെറ്റുതിരുത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇന്നലെ വനം മന്ത്രിയും ഉദ്യോഗസ്ഥരെ കൈവിട്ടിരുന്നു. കോടനാട് റേഞ്ച് ഓഫീസറിൽ നിന്ന് മന്ത്രി AK ശശീന്ദ്രൻ കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുലിപ്പല്ല് നൽകിയ ആളെ കണ്ടെത്താനും ശാസ്ത്രീയ പരിശോധനയ്ക്കുമുള്ള നീക്കങ്ങളിലായിരുന്നു വനം വകുപ്പ്. എന്നാൽ മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ ഇനിയുള്ള നീക്കം മന്ദഗതിയിലാകാനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി. ഇടവേള. വാർത്തകളിലേക്ക്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ച് US. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ടെലിഫോൺ ചർച്ചയിലാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഐക്യദാർഢ്യം അറിയിച്ചത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ചൈനീസ് പ്രതിനിധിയുമായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. പിന്തുണ നൽകിയതിനും പെഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തതിനും ചൈനയ്ക്ക് പാകിസ്ഥാൻ നന്ദി അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. മനു ഭട്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ്. ഏത് തരത്തിലുള്ള പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഭയം അത് പാകിസ്ഥാൻ ഉണ്ട് താനും. അതിനിടയിലാണ് ഇപ്പോൾ US-ന്റെ പിന്തുണ കൂടുതൽ ഉറച്ച ശബ്ദത്തിൽ US ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണണം നമ്മൾ ഈ സാഹചര്യത്തെ? അതോടൊപ്പം ചൈനയുടെ പിന്തുണയിൽ പാകിസ്ഥാൻ ആത്മവിശ്വാസം കണ്ടെത്തുന്നുണ്ടോ? ആര്യ, ഇതിൽ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ തർക്കമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ
ഇന്ത്യക്ക് റഷ്യ മാത്രമാണ് പിന്തുണ പലപ്പോഴും നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാന് ചൈന മാത്രം പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും മറ്റ് ലോകരാജ്യങ്ങൾ കൂടുതലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും US ഡിഫൻസ് സെക്രട്ടറിയുമായാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തത്, ടെലിഫോൺ സംഭാഷണം നടത്തിയത്. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദത്തിന് വലിയ താവളം ഒരുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നടത്തി. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് അവർക്ക് നടപടികളെടുക്കാൻ എല്ലാ അധികാരവുമുണ്ട് എന്ന് US വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യക്ക് കൃത്യമായ പിന്തുണ നൽകാൻ കൂടി തയ്യാറാവുകയാണ് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ്. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണ കൂടുതൽ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം ചൈനയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ് പാകിസ്ഥാൻ. ചൈനീസ് അംബാസിഡറുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് അംബാസിഡറുമായി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. സിയാങ് ജിങ്ഡോങ്ങുമായി അവിടെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ ഷെഹബാസ് ഷെരീഫ് നന്ദി അറിയിക്കുകയാണ്. ചൈന പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം ഇതിൽ ഇന്ത്യയിൽ നടന്ന ഈ ആക്രമണത്തിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ചൈനീസ് നടപടിയെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഭീഷണികൾ ഇപ്പോഴും തുടരുന്നു. അത് പരിഭ്രാന്തിയിൽ നിന്നാണ് എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. കാരണം ഇന്ത്യയിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ നടക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ അവലോകനം ചെയ്യുകയും പട്ടാളവും അതുപോലെ നാവികസേനയുമൊക്കെ സൈനിക അഭ്യാസങ്ങൾ അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ പരിഭ്രാന്തി പടരുകയാണ്. ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കുന്നത്. ഈ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് വന്നാൽ അല്ലെങ്കിൽ സംഘർഷം തുടരുന്നൊരു സാഹചര്യം വന്നാൽ ആണവായുധം ഉപയോഗിക്കും എന്നതാണ്. അതിന് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടിയല്ല ഇത്തരത്തിൽ ആയുധങ്ങൾ ഉള്ളത് എന്ന തരത്തിലുള്ള പ്രതികരണം ഇന്ത്യയും നേരത്തെ അങ്ങോട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആഗോള തലത്തിലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള പ്രയത്നമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പരിഭ്രാന്തിയിൽ നടത്തുന്നത്. തീർച്ചയായും മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പഹൽഗാം സംഭവത്തിൽ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും. വെടിവയ്പ്പിന് ദിവസങ്ങൾക്ക് മുമ്പേ പഹൽഗാമിലെത്തിയ തീവ്രവാദികൾക്ക് പ്രാദേശിക പിന്തുണ കിട്ടിയിരുന്നതായാണ് NIA കണ്ടെത്തൽ. ബൈസൺ വാലിക്ക് പുറമെ 3 ഇടങ്ങളിൽ കൂടി ആക്രമണത്തിന് തീവ്രവാദികൾ ലക്ഷ്യമിട്ടുവെന്നും NIA കണ്ടെത്തി. അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF ഇല്ലാതാക്കി. വെടിവെപ്പ് അന്വേഷണം പ്രാദേശിക നേതാക്കളിലേക്ക് എത്തുകയാണ്. കുപ്വാര, ഹദ്വാര, അനന്ത്നാഗ്, ത്രാൽ, പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഹുറിയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി. പ്രാദേശിക പിന്തുണയോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഹൽഗാമിൽ തീവ്രവാദികൾ എത്തിയെന്നാണ് വിലയിരുത്തൽ. നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 186 പേർ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ബൈസൺ വാലിക്ക് പുറമെ അരു താഴ്വര, അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് താഴ്വര എന്നിവിടങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു. പക്ഷേ സുരക്ഷ ശക്തമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. താഴ്വരയിൽ നിന്നും 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും NIA കണ്ടെത്തി. NIA DGയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സൈബർ ആക്രമണത്തിന് നീക്കം നടക്കുന്നതായും സൂചനകളുണ്ട്. ബാങ്കിംഗ്, റെയിൽവേ ഒപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇന്റർനെറ്റ് ശൃംഖലയിൽ ഹാക്കിങ്ങിനാണ് ശ്രമം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹാക്കർമാർ ഇത്തരം ശ്രമം നടത്തുന്നതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇതിനിടെ പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഗ്രനേഡുകളും തോക്കുകളും അടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്ക് ഒരുങ്ങവെ ലഷ്കർ-ഇ-തയ്ബ തലവൻ ഹാഫിസ് സയീദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെയും ഹാഫിസ് സയീദിന്റെ സുരക്ഷയ്ക്കായി നിയമിച്ചു. അന്വേഷണവുമായി ഇന്ത്യയോട് സഹകരിക്കണമെന്ന് പാകിസ്ഥാനെ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് പാക് മന്ത്രിമാർ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് കൊടും ഭീകരർക്ക് സുരക്ഷയൊരുക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ തിരയുന്ന ലഷ്കർ-ഇ-തയ്ബ തലവൻ ഹാഫിസ് സയീദിന്റെ സുരക്ഷയാണ് പാക് സർക്കാർ വർദ്ധിപ്പിച്ചത്. നിലവിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് 46 വർഷം ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് ഹാഫിസ് സയീദ്. ജയിലിനു പകരം വീട് തടവറയാക്കി മാറ്റിയാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്.
ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ സുരക്ഷയ്ക്കായി നിയമിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഗൂണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹാഫിസ് സയ്യിദിന്റെ ചിത്രം സഹിതമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ ഭീഷണി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് വിവരം. ഇന്ത്യയുമായി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് ചാരസംഘടനയായ ഐഎസ്ഐയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാക് സർക്കാർ നിയമിച്ചു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാക് പ്രധാനമന്ത്രിയോട് US വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ സമാധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും രംഗത്ത് വന്നു. അതിനിടെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 7ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഉറി, അഖ്നൂർ സെക്ടറുകളിലായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള പാക് പ്രകോപനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള പ്രത്യേക ലൈവ് ഷോ. TG സജിത്ത് ചേരും. നമസ്കാരം.